ഈ കേരളത്തിൽ ഒരു കാലത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നൊരു മനുഷ്യൻ, സിനിമ തിരക്കഥകൾ എഴുതിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ, കുറേ സിനിമകൾക്ക് തിരക്കഥ എഴുതിയ മനുഷ്യനാണ്. അവസാനം അതെല്ലാം വിട്ട് ജീവിതം മടുത്തു കഴിഞ്ഞ് ഒരു കുടുക്കിനകത്ത് ഈ മനുഷ്യൻ അകപ്പെട്ടതിന് ശേഷം തന്നെ രക്ഷിക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് ഈ മനുഷ്യനെ രക്ഷിച്ച് ഈ നാട് കടത്തി, ഇവിടെ നിന്ന് നാട് കടത്തി. ഈ മനുഷ്യൻ എത്തപ്പെട്ടത് കാനഡയിലാണ്. ചില നാളുകൾക്ക് പുറകെ ഞാൻ ഈ മനുഷ്യനെ ആ രാജ്യത്ത് വെച്ച് കണ്ടു. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് അന്ന് അവിടെ വന്നത് ആ ഒരു യോഗത്തിൽ പങ്കെടുത്തതിന് അനന്തരമായിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതം മുഴുവൻ ഉടഞ്ഞുപോയി. തനിക്ക് ആരാധകരുണ്ടായിരുന്നു, ആരാധക വൃന്ദങ്ങളുണ്ടായിരുന്നു, തൻ്റെ കൂടെ നിൽക്കാൻ അവസരങ്ങൾ ചോദിക്കാൻ ഒത്തിരി പേര് തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നിമിഷം ജീവിതം ആകെപ്പാടെ തകർന്നുപോയി. കാനഡയിൽ വന്നിട്ടും ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും ജീവിതം തകർന്നൊരു വല്ലാത്ത അവസ്ഥക്കകത്താണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. പക്ഷെ താൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് ഇതിനകത്തുനിന്ന് എന്നെ പുറപ്പെടുവിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്നെ ആരെങ്കിലും പുറപ്പെടുവിക്കുമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതേ സന്ദേശമാണ്. നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയത്തില്ല, സംഘടനയ്ക്ക് കഴിയത്തില്ല. പക്ഷെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അന്ന് രാത്രി ഈ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, കഴിഞ്ഞ 4 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉറങ്ങിയൊരു രാത്രിയാണ് കഴിഞ്ഞ രാത്രി. 4 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉറങ്ങിയൊരു രാത്രിയാണ് കഴിഞ്ഞ രാത്രി. ഞാൻ പറഞ്ഞത് 4 മാസമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ട് സമൂഹത്തിനകത്ത് നിലയും വിലയും പേരുമുള്ളൊരു മനുഷ്യന് ഒറ്റ നിമിഷം കൊണ്ട് പരിവർത്തനം വരുത്തി തൻ്റെ ജീവിതത്തിനകത്ത് സമാധാനം നൽകിയ നാമം മറ്റൊരു നാമമല്ല, അതാണ് നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമം എന്നുള്ളത്. ഇന്ന് രാത്രി ഞാൻ ഈ കാട്ടാക്കടയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കേവലം ഏതെങ്കിലും ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് അല്ല, ഏതെങ്കിലും ഒരു വൈജ്ഞാനിക അറിവുകളല്ല. ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്നും രക്ഷിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത നാമത്തെയാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്. സകല മനുഷ്യരെയും രക്ഷിക്കുന്ന നസ്രയനായ യേശുവിൻ്റെ നാമം. നിങ്ങൾ ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, നിങ്ങൾ ഏത് അവസ്ഥക്കകത്താകട്ടെ, പക്ഷെ തകർന്നൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടോ? ജീവിതത്തിനകത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസരത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? എല്ലാ സാധ്യതകളും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞുപോയോ? വഴികൾ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞുപോയോ? തലമുറയോർത്ത് നിങ്ങൾ അത്രയ്ക്ക് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത നിരാശ നിങ്ങളുടെ അകത്ത് ബാധിച്ചിരിക്കുന്നു. ഡിപ്രഷനകത്ത് നിങ്ങൾ ഇന്ന് രാത്രി പോയോ? ഞാൻ ഉറപ്പ് പറയുന്നു, ചരിത്രം മാറ്റാൻ ഇന്ന് രാത്രി എൻ്റെ യേശുവിന് കഴിയും. ചരിത്രം മാറ്റാൻ ഇന്ന് രാത്രി എൻ്റെ യേശുവിന് കഴിയും. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകൾക്കകത്തും പരിവർത്തനം വരുത്താൻ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്തും ഈ ദേശത്തും വ്യാപരിക്കുന്നത് വിശ്വസിച്ച് അനുഭവിക്കുന്നവർ ഈ രാത്രി ആ നാമത്തെ ഉയർത്ത ശബ്ദത്തോടെ ഇന്ന് രാത്രി ഒന്ന് നിലവിളിച്ചിട്ട് പറ, യേശുവേ എന്നെ വിടുവിക്കണം. ജീവിതം എത്ര കുടഞ്ഞ മനുഷ്യനാണെങ്കിലും രക്ഷിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവുണ്ട്.